إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 77-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അലം തറ ഇലല്ലദീന, നബിയെ താങ്കൾ നോക്കുന്നില്ലയോ, ഇലല്ലദീന ഒരു കൂട്ടരിലേക്ക്, ഖീല ലഹും അവരോട് പറയപ്പെട്ടു, കുഫു ഐദിയക്കും നിങ്ങളുടെ കൈകൾ നിങ്ങൾ തടഞ്ഞു വെക്കുവീൻ. അതായത് മക്കക്കാരായ മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ കൈകൾ തടഞ്ഞു വെക്കണം. അതായത് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാൻ പാടില്ല, ശത്രുക്കളുമായി യുദ്ധത്തിന് നിങ്ങൾ പാകപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ആ ശക്തി സംഭരിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു പറഞ്ഞതിന്റെ പൊരുൾ. വഅഖീമുസ്സല അവരോടുള്ള കൽപ്പനയാണ് മുഅ്മിനീങ്ങളോട്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ. വആത്തുസ്സക നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുവിൻ എന്നും അവരോട് കൽപ്പിച്ചു. നിങ്ങൾ നിങ്ങൾ ക്ഷമ പാലിക്കണം, സഹനം പാലിക്കണം എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ, അങ്ങനെ മദീനത്തേക്ക് അവർ പ്രവേശിച്ചപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ, അവരുടെ മേൽ ആ ഖിതാൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, നിർണയിക്കപ്പെട്ടപ്പോൾ, ഇദാ ഫരീഖും മിൻഹും അപ്പോഴതാ അവരിൽ നിന്നും ഒരു സംഘം, യഖ്ശൗനന്നാസ് അവർ ജനങ്ങളെ ഭയപ്പെടുകയാണ്, കഖശിയത്തില്ല അല്ലാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അവർ ജനങ്ങളെ ഭയപ്പെടുകയാണ്. മുനാഫിക്കുകളെ കുറിച്ചാണ് അല്ലാഹു ആ സൂചന നൽകുന്നത്. ഔ അശദ്ദ ഖശിയ, അല്ലെങ്കിൽ ആ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാളും ശക്തമായി ജനങ്ങളെ ഭയപ്പെടുകയാണ്. മരണഭീതിയാണ് അവരെ പിന്നോട്ടടിപ്പിക്കുന്നത്. ഈ ഐഹികമായ ദുനിയാവിനോടുള്ള പ്രേമമാണ് അവരെ പിന്നോട്ടടിപ്പിക്കുന്നത്. വഖാലു അവർ പറയുകയാണ്, ആ മുനാഫിക്കീങ്ങൾ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ലിമ കതബ്ത അലൈനൽ കിതാബ് എന്തിനാണ് ഞങ്ങളുടെ മേൽ നീ യുദ്ധം നിർബന്ധമാക്കിയത്, യുദ്ധം നീ നിർണയിക്കപ്പെട്ടത് എന്തിനാണ്, ലൗലാ അഖർതനാ ഇലാ അജലിൻ കരീബ് ഒരു അടുത്ത അവധി വരെ ഞങ്ങൾക്ക് പിന്തിച്ചുകൂടായിരുന്നോ എന്നാണ് അവർ പരാതി പറയുന്നത്. അവർക്കുള്ള മഠിമൂലമാണ് അവർ പരാതി പറയുന്നത്. ഖുൽ നബിയെ താങ്കൾ പറയണം, മത്താഉദ് ദുനിയ ഖലീൽ, ഈ ഐഹികമായ ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഖലീലും അത് വളരെ തുച്ഛമായതാണ്, അതെന്നും നിലനിൽക്കുന്നതല്ല. വൽ ആഖിറതു ആഖിറമാണ്, പരലോകമാണ്, ഖൈറുൻ ഉത്തമമായത്, ലിമനിത്തഖ മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമ, വലാ തുസ്ലമൂന ഫതീല ഒരു തരിമ്പും അണുകിട പോലും അവരോട് അനീതി പ്രവർത്തിക്കപ്പെടുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് ഉത്സാഹത്തോടുകൂടി പുറപ്പെട്ടു വരുവീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.